ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ സ്റ്റോറീസ്. ഇന്ന് നമ്മൾ പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുടെ അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫേസസ് കാനഡയുടെ ഒരു ലിപ് ബാം ആയിരുന്നു. ഇത് ഒരു റോസ് പെറ്റൽ എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ് ഫേസസ് കാനഡയുടെ തന്നെ. ഇതെനിക്ക് 125 റുപ്പീസിനാണ്. പർപ്പിൾ ആയതുകൊണ്ട് നമുക്ക് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 125 റുപ്പീസിനാണ് കിട്ടുന്നത്. ആക്ച്വൽ പ്രൈസ് 175 ആയിരുന്നു. ആൻഡ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണെന്ന് തോന്നിയായിരുന്നു. പക്ഷേ ഇതിപ്പം നമ്മൾ യൂസ് ചെയ്ത സമയത്ത് കുറച്ച് ഡ്രൈ ആവുന്ന പോലെ, അതായത് ലിപ്സ് കുറച്ച് ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. ഡ്രൈ ആവുന്നത് കൊണ്ട് ഞാനിത് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ റോസ് പെറ്റലിൻ്റെ സ്മെല്ലായിരുന്നു ഇതിനുണ്ടായിരുന്നത്. പിന്നെ ഇത് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആയിരുന്നു. അപ്പം ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഓൾട്ടർനേറ്റീവ് ഉപയോഗിക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസറാണ്. എനിക്ക് ഈ ബാത്റൂം OCD ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ഞാനൊരു ടോയ്ലറ്റ് സീറ്റ് സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്ര പൈസയൊന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്നു 80 ml ഏകദേശം 85 റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് ക്യാരി ചെയ്യാനായിട്ടാണെങ്കിലും ഈസിയാണ്. ഇത് ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ ആണെന്നുണ്ടെങ്കിലും ഇതിനങ്ങനെ ഹാർഷായിട്ടുള്ള കെമിക്കൽസിൻ്റെ ഓർഡറൊന്നുമല്ല. സ്മെല്ലൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഉപയോഗിക്കാനും നല്ല എളുപ്പമാണ്. ഇത് ജസ്റ്റ് ഒന്ന് സീറ്റിൽ സ്പ്രേ ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മളൊരു ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു ലിപ്പ് ലൈനറുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ലിപ്പ് ലൈനർ മാസിൻ്റെ ആയിരുന്നു. ഇത് നല്ല ഓഫറുള്ള സമയത്താണ് ഞാൻ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് 46 റുപ്പീസോ അത്രയും കണ്ടേ ആയുള്ളൂ മാസിൻ്റെ ആ ലിപ്പ് ലൈനറിന്. അത്യാവശ്യം നല്ല രീതിക്ക് പിഗ്മെൻറ്റഡ് ആണ് ആ ലിപ്പ് ലൈനർ. പിന്നെ ഉപയോഗിക്കാനും നല്ല എളുപ്പമാണ്. നല്ലൊരു കളറും ആണ് കേട്ടോ അതിൻ്റെ. ഇത് എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറയുന്ന ഒരു ലിപ്പ് ലൈനറാണ്. മാഴ്സിൻ്റെ ആണ്. ഷെയ്ഡ് നമ്പർ 6. ഇതിൻ്റെ ഷെയ്ഡ് നെയിം വന്നിട്ട് റെഡ് ടീസ് എന്നാണ്. അപ്പോൾ അടുത്തത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് LIGൻ്റെ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക് മേടിക്കാം, അതെനിക്ക് ചേരുമോ എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഞാനൊരു ട്രയൽ പോലെയാണ്, അധികം എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ലിപ്സ്റ്റിക്ക് നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് എത്ര 110 അത്ര റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് നോക്കി. പക്ഷേ എനിക്കത് വാഷ് ഔട്ട് ആവുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ അത് അധികം നേരം സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഇതിൻ്റെ സ്മെൽ വാസ് സോ സൂത്തിങ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു കളർ കറക്റ്റർ പാലറ്റാണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യമേ യൂസ് ചെയ്തിട്ടുള്ളൂ വാങ്ങിച്ചതിന് ശേഷം. ഞാനൊരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴാണ് ഞാൻ മേക്കപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു പ്രോ കൺസീലർ പാലറ്റായിരുന്നു. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പാടുകളൊക്കെ ഉണ്ട്, നന്നായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലിങ്ക് വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം. അടുത്തത് നമ്മൾ ഡോവിൻ്റെ ഒരു ബോഡി വാഷാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ബോഡി വാഷാണ് കേട്ടോ. കാരണം ഇതിൻ്റെ കൂടെ നമുക്കൊരു ലൂഫ കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും. നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പർപ്പിളിൻ്റെ ആ ഒരു ബോക്സ്, ആ കാർട്ടൺ ബോക്സ് തുറന്നപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലായിരുന്നു ആദ്യം വരുന്നുണ്ടായിരുന്നത്. ഇതിന് എനിക്ക് 113 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. 250 ml ആണ്. പക്ഷേ ഇപ്പോൾ പർപ്പിളിൽ സെയിലിൽ ഇത് 99 റുപ്പീസിന് അവൈലബിൾ ആണ്. ഇത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്ന ഒരു സംഭവമാണ്. കാരണം ഇത് കടയിൽ നിന്ന് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 150 റുപ്പീസോളം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രീ ഗിഫ്റ്റായിട്ട് ഗാർണിയറിൻ്റെ ഒരു കുഞ്ഞ് സൺസ്ക്രീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.